ധൃതി വെക്കല്ലേ ഹീറോ അളിയ, ഞാൻ പറയുന്നത് ആദ്യം കേൾക്ക്. നിന്റെ അളിയനെ കെട്ടിയിരിക്കുന്ന കയറുണ്ടല്ലോ, അതിങ്ങനെ മേലെ പോയി ഇതുവഴി ഇങ്ങനെ വന്ന് താഴെ പോയി കാണുന്നില്ലേ, അവന്റെ കയ്യിലുണ്ട്. ഒരു പക്ഷേ അവൻ എങ്ങാനും കയറ് വിട്ടാൽ സബാഷ്, നീ ശരിക്കുള്ള ഹീറോ ആണെന്ന് തെളിയിച്ചിരിക്കുന്നു. നിന്റെ അളിയനെ നീ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. പൊയ്ക്കോ, നിന്നെ നിന്റെ അളിയനെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ചെല്ല്. ആ ഹീറോ, ഒരു കാര്യം മാത്രം മറന്നുപോയി. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ എന്റെ അച്ഛനൊരു വാക്ക് കൊടുത്തു, എപ്പോഴും പറഞ്ഞ വാക്ക് പാലിക്കില്ലെന്ന്. നീ വന്നു, ഒരുപാട് ലേറ്റ് ആയിപ്പോയി. നമ്മുടെ ഹീറോയിന്റെ അളിയനെ മരിച്ചുപോയി മോളെ. ഞാനാ കൊന്നത്. പോയി നോക്ക്. നിന്റെ ഏട്ടനെ രക്ഷിക്കാൻ നോക്കാണോ? എന്റെ അളിയനെ അവൻ കൊന്നു. നിനക്ക് അവനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റോ? ചേട്ടനോ? എന്നാണ് 5 ഏക്കർ ഭൂമിക്ക് വേണ്ടി എന്നെ വിൽക്കാൻ തുനിഞ്ഞത്? അന്ന് തന്നെ എനിക്ക് എന്റെ ചേട്ടൻ മരിച്ചുപോയി. ഇനി എനിക്ക് ബാക്കിയുള്ളത് നീ ഒരാള് മാത്രം. എന്റെ ജീവിതം ഇനി നിന്നോടൊപ്പോ. ഇപ്പൊ ആ ആഗ്രഹവും ഇല്ല. ഞാൻ നിന്നെ തടഞ്ഞത് നിനക്ക് വേണ്ടിയാ, നിന്റെ അനുജത്തിക്ക് വേണ്ടിയാ. ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കാര്യം നിന്റെ അനുജത്തി അറിഞ്ഞ അവള് ഹൃദയം പൊട്ടി മരിച്ചു പോവും. ഒരുപക്ഷെ രക്ഷപ്പെട്ടാലും നീ പോയി അവന്റെ കൈകൊണ്ട് മരിക്കും. അല്ലെങ്കിൽ അവനെ കൊന്നിട്ട് നീ ജയിലിലേക്ക് പോവും. അതിനുശേഷം നിന്റെ അനുജത്തിക്ക് ആരാ ഉള്ളത്? ജ്യോതിയോട് പറയല്ല. അളിയ സംസാരിക്ക. ഒന്നും സംഭവിക്കില്ല അളിയ. അളിയ നിങ്ങൾ സംസാരിക്ക. അളിയ അളിയ അതെ അളിയ, നീ എനിക്ക് ആരുമല്ലായിരുന്നപ്പോ എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റി. എന്നാൽ എന്റെ അനിയത്തിയുടെ ഭർത്താവായി കഴിഞ്ഞപ്പോ എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ല.
എന്നോട് ക്ഷമിക്കളിയാ, ക്ഷമിക്ക. ഏയ് വസ ഒന്ന് നിക്ക. ഇല്ല നിക്കില്ല, ഞാനേ പറയുള്ളൂ. ഒന്ന് നിക്കാൻ. ദേ ഏട്ടനെത്തിയല്ലോ. ഏട്ടാ നിനക്കൊരു കാര്യം അറിയോ? പറയുന്നത് കേക്ക്. നിനക്ക് പറയണോ? പറ 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 പറ. വസ ഞാൻ നിന്നോടാ പറഞ്ഞത്. അതല്ല എന്ത് പറ്റിയടി? ആ പരിഷ്കാരി പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ട്. ആദ്യം നീ സംസാരിക്കും, എന്നിട്ടായിക്കോളാം നീ ഞാൻ. വന്നോളും കുഞ്ഞു കുഞ്ഞു. സുഖായിരിക്കുന്നു ജ്യോതി? സുഖാണോ? എനിക്ക് പരമാനന്ദ സുഖം. നിനക്കോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. കോഫി കുടിച്ചിട്ട് പോവാ. നിക്കണേ. വേണ്ട ജ്യോതി, എനിക്ക് പോണം, ജോലിയുണ്ട്. ഞാൻ പോവാ ചേട്ടൻ. അല്ല ചേട്ടാ, ചേട്ടാ എന്താ ചേട്ടൻ ഇവിടെ ഇല്ലേ? പറയ മോളെ. ഇവിടെ ഉണ്ടായിട്ടാണോ മിണ്ടാതിരിക്കുന്നേ? ഒന്നുമില്ല, പറയ. ചേട്ടന്റെ അളിയന് ഒന്ന് ഫോൺ ചെയ്യുന്നേ. എന്തോ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ലടാ, അളിയനിപ്പോ ഫോണിൽ വിളിക്കാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് പോയി. എന്നാ പിന്നെ ലെറ്റർ എഴുതിയാലോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്. ഇതൊന്നും കേട്ട് തെറ്റിദ്ധരിക്കേണ്ട. ബഹുമാനം കൊണ്ട് അങ്ങനെ വിളിച്ചതാ. എന്റെ ഭർത്താവിന് ബഹുമാനം കൊടുക്കണ്ടേ? എഴുതിക്കോ. ദീർഘായുഷ്മാൻ ഭവ. 100,000 വർഷം എന്റെ ഭർത്താവ് ആരോഗ്യത്തോടെ ഇരിക്കണം. അച്ഛൻ മരിച്ചുപോയത് കൊണ്ട് എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് എന്റെ ഭർത്താവ്. നമ്മളെ ചേർത്ത് വെച്ചത് എന്റെ ചേട്ടനും. അതുകൊണ്ട് ചേട്ടന്റെ ആശീർവാദവും നമുക്ക് വേണം. പിന്നെ ചേട്ടന്റെ അനിയത്തി ഇവിടെ സുഖായിരിക്കുന്നു, കാഴ്ചയും. മനസ്സിലാണെങ്കിലോ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ടുള്ള വളരെയേറെ വേദനയും. സത്യത്തിൽ ഈ സമയത്താണ് ഭാര്യയുടെ സമീപത്തിരിക്കേണ്ടത്. വളരെ നന്ദിയുണ്ട് എന്റെ ചേട്ടനെ ഒരു മാമനാക്കിയതിൽ. നമുക്കൊരു മകൻ ജനിക്കാൻ പോകുന്നു. എന്തിനാ ചേട്ടാ കരയുന്നു? ഒന്നുമില്ലടാ, അച്ഛനെ ഓർമ്മ വന്നതാ. ഇങ്ങനെ വിഷമിക്കാതെ. എനിക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുട്ടിയായിരിക്കും. എന്റെ മോൻ അച്ഛന്റെ ജന്മായിരിക്കും. അങ്ങനെയല്ലേ? ശരിടാ. എടാ അളിയ, എന്റെ അനിയത്തി എന്റെ കൈകൊണ്ട് നിനക്കൊരു ലെറ്റർ എഴുതി തന്നിട്ടുണ്ട്. വളരെ നന്ദിയുണ്ടടാ. നീ കാരണം ഞാനൊരു അമ്മാവനായി. ഇതിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, വായിച്ചു നോക്ക്. നോക്ക് ഹീറോ ആയിട്ടാ. ഞാൻ നിങ്ങളുടെ ഭാര്യയാവുന്നത് എപ്പോഴാന്നൊന്നും അറിയില്ല, പക്ഷെ നിങ്ങളുടെ അനിയത്തിക്ക് എന്തായാലും വേലക്കാരിയായി മാറി. അളിയന്റെ പേരും പറഞ്ഞ് എന്നെ കൊണ്ട് എല്ലാ പണിയും എടുപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ പണികളൊക്കെ എടുത്ത് എന്റെ നടു ഓടിഞ്ഞെന്നുള്ളതാ സത്യം. വസ വായി തോന്നിയത് പറയാതെ. പാവം, അദ്ദേഹം ചെറിയ വയസ്സ് മുതൽ അനാഥാലയത്തിലായിരുന്നു അത്രേ. എന്നെ കല്യാണം കഴിച്ച ശേഷമെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? ശരിയല്ലേ ചേട്ടാ? എന്താ മോളെ? ചേട്ടാ ഒന്ന് വന്ന് സഹായിക്കേ. ഈ ജീൻസ് പാന്റ് എന്നെ കൊണ്ട് പിഴിയാൻ പറ്റുന്നില്ല. ഓയ് 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 ഓയ്, അതെന്തായാലും കൊള്ളാലോ. നിന്റെ ഭർത്താവിന്റെ ഡ്രസ്സ് പിഴിയാൻ എന്റെ ഭർത്താവിനെ വിളിക്കുക? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. അതിരിക്കട്ടെ, ഇത്ര അർജന്റായിട്ട് അദ്ദേഹത്തിന് ഡ്രസ് എന്തിനാ അലക്കുന്നത്? നാളെ എന്റെ ഭർത്താവ് വരല്ലേ, അദ്ദേഹത്തിന് ഇടാൻ ഒന്നും വേണ്ടേ? നിന്റെ ഭർത്താവേ ഈ രാജ്യത്തിന്റെ ഏതോ ഒരു മൂലയിലാണ് പോലും. നാളെ എങ്ങനെ എത്താനാ? ചേട്ടനല്ല അദ്ദേഹത്തിന് ലെറ്റർ എഴുതിയത്. അതൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അത് കിട്ടിയാ പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല. ശരിയല്ലേ ചേട്ടാ? എപ്പോ നോക്കിയാലും ഭർത്താവിന്റെ സംസാരം മാത്രമേ ഉള്ളൂ. നല്ലോണം പിഴിയേ. ഒന്ന് ബലത്തിൽ പിഴിയേ. അതെ, അവനെത്തും, തീർച്ചയായിട്ടും എത്തും. ഹീറോ, എന്തൊക്കെയുണ്ട്? സുഖാണോ? അല്ല, നിന്റെ കണ്ണ് കാണാത്ത അനിയത്തി ജീവനോടുണ്ടോ? അയ്യോ, നീനങ്ങനെ നോക്കല്ലോ, എനിക്ക് പേടിയാവുന്നു. സുമംഗലി പോലെയാണല്ലോ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. നിന്റെ അനിയത്തിയോട് സത്യമൊന്നും പറഞ്ഞില്ലേ? ഭർത്താവ് മരിച്ചുപോയാൽ പൊട്ട് വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും അമ്മാവാ. ഏയ്, പറഞ്ഞു കാണില്ല. പറഞ്ഞാ ശ്വാസം മുട്ടി മരിച്ചു കാണുമല്ലോ അല്ലേ? നിങ്ങൾ വെറുതെ തമാശ കളിക്കില്ല അമ്മാവാ. അതൊന്നും മരിക്കത്തില്ലെന്നേ. മരിക്കും. മരിക്കില്ല. മരിക്കും. മരിക്കില്ല. മരിക്കൂടാ. ഇല്ല. എന്താ? 1000 രൂപ. ഓക്കെ, ഡൺ. ശരി, ഞാൻ പോയി നോക്കട്ടെ. ശാന്തി ശാന്തി ശാന്തി. ചോര വഴക്ക് വേണ്ട ഹീറോ. അളിയാ, അമ്മാവാ, ബെറ്റ് ക്യാൻസൽ ആണ്.
നമുക്ക് പോകാം വാ വാടാ ഏയ്, ഏ ഹീറോ കളി അവസാനിച്ചിട്ടില്ല ഇത് ഇനിയും ഉണ്ട്